വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയെ അമേഠിയിലും മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് ആലോചിച്ചിരുന്നത്. എന്നാൽ മത്സരരംഗത്തേക്കില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. ഇതേ തുടർന്ന് സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ റായ്ബറേലിയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ സജീവമായി. റായ്ബറേലിയിൽ വിജയസാധ്യത കൂടുതലാണ് എന്നതാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു വിലയിരുത്തൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതിന് ശേഷം അമേഠിയിൽ BJP സംഘടനാപരമായ വലിയ അടിത്തറയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 50,000-ഓളം പുതിയ വോട്ടർമാരെയാണ് BJP ആ മണ്ഡലത്തിൽ ചേർത്തതെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് പാർട്ടിക്കുള്ളിൽ വിലയിരുത്തലുണ്ടായി. എന്നാൽ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് ശക്തമായ അടിത്തറയുണ്ട്. നിലവിൽ ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പിന്തുണച്ചു. ഇതേ തുടർന്നാണ് രാഹുലിനെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് അന്തിമമായി തീരുമാനമെടുത്തത്. റായ്ബറേലിയിലും വയനാട്ടിലും വിജയിച്ചാൽ രാഹുൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലഭിച്ചാൽ റായ്ബറേലി അദ്ദേഹം ഉപേക്ഷിക്കാനാണ് സാധ്യത. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെയാണെങ്കിൽ മത്സരിച്ച് ലോക്സഭയിലെത്താം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം ഇന്ത്യ സഖ്യത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ റായ്ബറേലി നിലനിർത്തി രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കാനാണ് സാധ്യത. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസോ അതല്ല എങ്കിൽ ഇന്ത്യ സഖ്യത്തിലുള്ള ഏതെങ്കിലും കക്ഷിയോ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്.